ഓക്കെ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സെഷനിലോട്ട് പോവാം. എന്തായാലും വഴിയെ നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഹൗ ടു ബിക്കം അവർ ബെസ്റ്റ് വേർഷൻ. നമ്മുടെ ഏറ്റവും നല്ലൊരു വേർഷന് എങ്ങനെ ആയിട്ട് മാറാം എന്നുള്ളതാണ്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, നമ്മൾ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ഒന്നുകൂടെ നല്ലതാവണം എന്നെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ജോബ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് അവിടെ നല്ലൊരു എംപ്ലോയി ആയിട്ട് മാറണം. ഇനി നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ്, ഏത് റോൾ ആയിക്കോട്ടെ, നല്ലൊരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നല്ല ബെസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റണം, നല്ല സ്റ്റുഡന്റ് ആണോ, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റണം. ഞാനൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ടീച്ചർ ആവാൻ പറ്റണം. അല്ലെങ്കിൽ ഞാനൊരു പൊളിറ്റിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാടിന് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഏത് റോളുകൾ കൈകാര്യം ചെയ്യുന്നോ ആ റോളിലൊക്കെ എനിക്ക് നല്ലതാണോ എന്നെല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്നിട്ട് ജോബിന് പോകുന്നു, ജോലിക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് ഏറ്റവും നല്ലൊരു എംപ്ലോയി ആവാൻ വേണ്ടിയിട്ട് ബോസിന്റെ മുന്നിൽ നമ്മൾ അഭിനയിക്കും. അഭിനയിക്കും മീൻസ് നമ്മൾ അവിടെ എനിക്ക് നമ്മുടെ കുറവുകളൊക്കെ മുന്നിൽ കാട്ടാതെ നമ്മൾ അതൊരു മാസ്ക് വെച്ച പോലെ നമ്മൾ അവിടെ മാക്സിമം അഭിനയിച്ചിട്ട് തകർക്കും. വീട്ടിൽ വരുമ്പോൾ മക്കളെ മുന്നിൽ ഞാൻ ഏറ്റവും നല്ലൊരു ഫാദർ എങ്ങനെ ആവാം, അല്ലെങ്കിൽ നല്ലൊരു മദർ എങ്ങനെ ആവാം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അഭിനയിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മുടെ മദർ, ഫാദർ, ഇവിടെ ഓരോ ഏരിയയിലും നമ്മൾ ആ ഒരു റോൾ എങ്ങനെ ആവാം എന്ന രീതിയിൽ അഭിനയിക്കും. എന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടാവൂലേ, എനിക്ക് മതിയായി, ജോലിക്ക് പോകുമ്പോൾ അവിടെ ഞാൻ അങ്ങനെ അഭിനയിക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ ആവാൻ നോക്കണം, അവരെ ആഗ്രഹിച്ചിട്ടുള്ള രീതിയിലാവാൻ നോക്കണം, വീട്ടിൽ ഞാൻ ഇവർക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതേ രീതിയിലാവാൻ നോക്കണം, മക്കളെ കാര്യങ്ങൾ എത്ര പെർഫെക്റ്റ് ആണോ ആ രീതിയിൽ ഞാൻ ആവാൻ നോക്കണം. അങ്ങനെ നമ്മൾ എപ്പോ ഇന്റർനെറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഡിബിൾ അല്ലേ ഞാൻ പറയുന്നത്? ഹലോ. ആ ഓഡിയബിൾ ആണ്. ഇടയ്ക്കൊന്ന് സ്റ്റെക്കായി, പക്ഷെ ഇപ്പൊ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ശരി. നമ്മൾ ഓരോ റോളും എങ്ങനെ നല്ല ഉമ്മയാവും, എങ്ങനെ നല്ല ഫാദർ ആവും, എങ്ങനെ നല്ല പേരന്റ് ആവും, എല്ലാതും നമ്മൾ റെഡി ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കിംഗ് കാര്യങ്ങൾ അതിനൊക്കെ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ ചില വർക്ക്ഷോപ്പ് ഉണ്ടാവും, എങ്ങനെ നല്ലൊരു പേരന്റ് ആയിട്ട് മാറാം, നിങ്ങൾക്കും നല്ലൊരു പേരന്റ് ആവണ്ടേ, എങ്ങനെ നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറാം, നിങ്ങൾക്കും നല്ലൊരു സ്റ്റുഡന്റ് ആയി മാറണ്ടേ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യും. ആ റോളൊക്കെ ചിലപ്പോൾ ശരിയാവും, പക്ഷെ നമുക്ക് എങ്ങനെ നല്ലൊരു നമ്മളാവാം എന്നുള്ളത് പല സ്ഥലത്തും ആരും പറഞ്ഞു തരാറില്ല. ഈ റോളുകളൊക്കെ ശരിയാക്കണം എന്നുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മളെപ്പോഴും നമ്മളെ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പോയിന്റ് എത്തുമ്പോൾ നല്ല മടുപ്പായിരിക്കും, അതായത് ആകെ അങ്ങോട്ട് മടുക്കും. എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ലേ, എനിക്ക് ഇഷ്ടങ്ങളൊന്നുമില്ലേ, എനിക്ക് ഞാനാവണ്ടേ, ഞാൻ അവരെ ആഗ്രഹിച്ച രീതിയിലാവുന്നു, ഇവരെ ആഗ്രഹിച്ചിട്ട രീതിയിലാവുന്നു, പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ട രീതിയിൽ എനിക്ക് ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് പല ആൾക്കാരും ഒരു പോയിന്റ് എത്തുമ്പോൾ പറയും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ആ ഒരു ഇൻഡിവിജ്വാലിറ്റി നമ്മൾ ആവാഞ്ഞിട്ടാണ്. അതായത് നമ്മൾ എന്താണുള്ളത്, നമ്മളെന്നുള്ള പേഴ്സണാലിറ്റികളിലും പല റോളുകളിലും കുടുങ്ങി കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പാരന്റ് ആവാൻ ശ്രമിക്കുന്നു, നല്ല സ്റ്റുഡന്റ് ആവാൻ ശ്രമിക്കുന്നു, ഓക്കെ, എല്ലാം നല്ലതാ. പക്ഷെ നമ്മൾ എന്നുള്ള ആ ഒരു വ്യക്തിക്ക് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ല മടുപ്പും കാര്യങ്ങളും വരുന്നത്. പേഴ്സണാലിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം മാസ്ക് എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാ ഏരിയയിലും പോയിട്ട് അവിടെ എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആവണം എന്ന രീതിയിലോട്ടായി മാറാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മാസ്ക് ഒക്കെ ഇട്ട് നിന്നിട്ട് നമ്മൾ എന്തോ ഒരു ഭയങ്കര അഭിനയിച്ച് തകർത്തോണ്ടിരിക്കുക. നമ്മൾ ഒറ്റക്കാകുന്ന നമ്മൾ ഒരു പോയിന്റിൽ നമ്മളെ സ്പേസിൽ എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള നമ്മളാവാൻ പറ്റുക. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എല്ലാ സ്ഥലത്തും ഒക്കെ പോയി വന്നിട്ട് സ്വന്തം സ്പേസിൽ അല്ലെങ്കിൽ സ്വന്തം റൂമിൽ എത്തുന്ന ഒരു മൊമെന്റ് ഒന്ന് ശ്വാസം വിടും. ഇപ്പോഴാണ് എനിക്ക് ഞാനാവാൻ പറ്റിയിട്ടുള്ളത്, ഇപ്പോഴാണ് എനിക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്ക് പേഴ്സണാലിറ്റി എന്നുള്ള വേറെ വേറെ റോളുകൾ കറക്റ്റ് ആക്കല്ല വേണ്ടിയിട്ടുള്ളത്, ഇൻഡിവിജ്വാലിറ്റി എന്നിട്ടുള്ള നമ്മൾ എന്നുള്ള ആ ഒരു റോൾ ഉണ്ടല്ലോ അതിനെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളിൽ നിന്നിട്ടുള്ള എല്ലാതും റെഡി ആവും. ഞാൻ എന്നുള്ള വ്യക്തിനെ ഞാൻ കറക്റ്റ് ആക്കിയാലേ, ഞാൻ എന്നുള്ള വ്യക്തി ഏറ്റവും അടിപൊളിയായി കഴിഞ്ഞാൽ എന്നിൽ നിന്നിട്ടുള്ള മദർ, അല്ലെങ്കിൽ എന്നിൽ നിന്നിട്ടുള്ള ഫാദർ, എന്നിൽ നിന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ്, എന്നിൽ നിന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി, ഞാൻ എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം ഡീൽ ചെയ്യുന്നു, അതൊക്കെ എനിക്ക് ശരിയാക്കാൻ പറ്റും. എന്റെ കൺട്രോൾ എന്റെ കയ്യിലില്ല, എനിക്ക് ഞാൻ എന്താണ് അറിയില്ല എന്നതുകൊണ്ടാണ് എല്ലാ ഏരിയയിലും ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ശരിയാക്കും, അപ്പൊ മറ്റേ ഭാഗം എന്താവും, കൊള്ളാവും. അതായത് നിങ്ങൾ നല്ലൊരു എംപ്ലോയി ആണ്, നിങ്ങളെ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബോസിന്റെ അടുത്ത് നല്ല അപ്രീസിയേഷൻ കിട്ടണം, അല്ലെങ്കിൽ നല്ല ജോബ്, നല്ല സാലറി കിട്ടണം എന്ന് വെച്ചിട്ട്
നിങ്ങൾ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങളെ ടൈം മാക്സിമം സ്പെൻഡ് ചെയ്യും. പക്ഷേ അത് നിങ്ങൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങളെ ഫാമിലി ലൈഫ് ഇവിടെ തകരുന്നുണ്ടാവും. ഫാമിലിന്റെ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഫാമിലിന്റെ കാര്യങ്ങൾ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കാൻ പറ്റൂല, മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റൂല. ചില സമയത്ത് നാട്ടിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, നാട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ എന്തായിരിക്കും, അവിടെ പെർഫെക്റ്റ് ആവില്ല, അല്ലെങ്കിൽ നല്ലൊരു രീതിക്ക് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ചില ആൾക്കാരെ പറയും നാട്ടുകാരെ മുഴുവൻ കാര്യം നോക്കും, വീട്ടിലെ കാര്യം നോക്കൂല എന്നുള്ളത്. അപ്പം ശരിക്കും എന്ന് പറഞ്ഞാല് നമ്മൾ എന്നുള്ള ഒരു വ്യക്തിയിലോട്ട് നോക്കുക, നമ്മളെ എങ്ങനെ കറക്റ്റ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളിൽ നിന്നിട്ടുള്ള എല്ലാ റോളുകളും മാറ്റി നിർത്തുക. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡന്റ് ആയിരിക്കും, ഫാദർ ആയിരിക്കും, മദർ ആയിരിക്കും, നിങ്ങൾ പല ആൾക്കാരായിരിക്കും. പക്ഷെ ഈ ക്ലാസ്സിൽ, ഈ സെഷനിൽ ഇരിക്കുന്ന കുറച്ച് സമയം അതെല്ലാം ഒന്ന് മാറ്റി വെക്കുക. ഇപ്പൊ നിങ്ങൾ വെറും ഒരു മനുഷ്യനാണ്. നിങ്ങൾ മനുഷ്യൻ എന്നുള്ള ഒരു വ്യക്തി മാത്രമാണ്. നിങ്ങളെ റോളുകളൊക്കെ കുറച്ച് സമയത്തേക്ക് അവിടെ മാറ്റി വെക്കുക. അതായത് നമുക്കറിയാലേ, ചെറിയ കുട്ടികൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചിട്ടുള്ള കാലം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഭാരങ്ങളും തലയിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുമലിൽ യാതൊരു വിധത്തിലുള്ള ഭാരങ്ങളും ഇല്ല. അതായത് നമ്മളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാത്രമാണെന്നുള്ളത്. പക്ഷെ വളർന്നു വരുമ്പോൾ ഞാൻ എന്നുള്ള കുട്ടി പെട്ടെന്നൊരു മകൾ എന്നുള്ള റോളായി. അപ്പൊ ഞാൻ എങ്ങനെ നല്ലൊരു മകളാവാം, എൻ്റെ ഫാദറിന്റെയും മദറിന്റെയും അടുത്ത് ഞാൻ എത്ര നല്ല രീതിയിലാവണം എന്നാണ് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് സ്കൂളുകളിലൊക്കെ ചേർന്ന സമയത്ത് എനിക്ക് ഒരു റോളും കൂടെ, ഒരു ഭാരം കൂടി. അതായത് എത്ര നല്ല സ്റ്റുഡന്റ് ആവാം. അത് വളർന്നു വലുതായി പിന്നെ ഞാൻ നമ്മുടെ മാരേജ് കാര്യങ്ങളൊക്കെ ആവാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും നല്ല മരുമകളാവാം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭാര്യയാവാം. ആ ഒരു റോളും കൂടി. പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലോ അവിടെ ഏറ്റവും നല്ല ജോലിക്കാരി എങ്ങനെയാവാം, ആ ഒരു ഭാരം കൂടെ എനിക്ക് കൂടാണ്. അപ്പം ഞാൻ വളർന്ന് വലുതാവണതിനനുസരിച്ച് എന്നിൽ ഓരോ ഭാരങ്ങൾ, ഓരോരോ റോളുകൾ വീണ്ടും വീണ്ടും കൂടി. എനിക്കിതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞാനല്ലാതായി പോകുന്നു, ഞാൻ എന്നെ മറന്നു പോകുന്നു, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുക. അപ്പം ഇവിടെ നിങ്ങളെല്ലാവരും എന്താണ്, കുറച്ച് സമയം ഇതൊക്കെ മാറ്റിവെക്കുക. ആ ഒരു കുട്ടീന്റെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ മനുഷ്യരാ, അത്ര മാത്രം മതി ഇവിടെ. എന്നാൽ മാത്രമേ ഞാൻ എന്നുള്ള മനുഷ്യനെ എനിക്ക് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും നമ്മൾ സ്കൂളുകളിലൊക്കെ പദസൂര്യൻ വരച്ചിട്ടുണ്ട് അല്ലെ. അതായത് പദസൂര്യനിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ നടുവില് നമ്മളിപ്പോ ഒരു തെങ്ങ് എന്നുള്ള കാര്യം ഒരു റൗണ്ട് വരച്ചിട്ട് നടുവിൽ എഴുതി. എന്നിട്ട് തെങ്ങിൽ നിന്നിട്ടുള്ള ഓരോ റോളുകൾ, അതായത് തെങ്ങ് നമുക്ക് തേങ്ങ, ഓല, അങ്ങനെ ഓരോരോ കാര്യങ്ങളിലെ അതിൽ നിന്നിട്ട് വെളിച്ചെണ്ണ, അങ്ങനെ ഓരോ ഏരിയകൾ നമുക്ക് ഉണ്ടാക്കി. അതുപോലെ തന്നെയാണ് ഞാൻ എന്നുള്ള ആളാണ് ഈ പദസൂര്യന്റെ നടുവിൽ നിൽക്കുന്നത്. എന്നിൽ നിന്നിട്ടുള്ള റോളാണ് എന്ത്, അതുപോലെ അതായത് ഞാൻ എന്നുള്ള ഉമ്മ, ഞാൻ എന്നുള്ള ഭാര്യ, ഞാൻ എന്നുള്ള മകള്, ഞാൻ എന്നുള്ള സ്റ്റുഡന്റ്, ഞാൻ എന്നുള്ള ജോലിക്കാരി, ഇതൊക്കെ എന്നിൽ നിന്നിട്ടുള്ള റോളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങിന്റെ എക്സാമ്പിളിലേക്ക് വരാം. ഈ നടുവിലുള്ള തെങ്ങ് കംപ്ലീറ്റ്ലി കേടാ. തെങ്ങിന് ഒരു ശരിക്കുള്ള ഒരു ഇതില്ല, പ്രോപ്പർ ആയിട്ടുള്ള തെങ്ങ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം തെങ്ങിൽ നിന്നിട്ടുള്ള എല്ലാ റോളുകളും ഓട്ടോമാറ്റിക്കലി കേട് വരും. അതായത് തെങ്ങ് തന്നെ കേട് വന്നാൽ തെങ്ങിൽ നിന്നിട്ടുള്ള തേങ്ങയും ഓലയും, തെങ്ങിൽ നിന്നിട്ട് എന്തൊക്കെ നമുക്ക് കിട്ടുന്നു, അതൊന്നും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു പദസൂര്യയിലെ നടുവിലുള്ള നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, നമുക്കറിയില്ല, നമ്മളെ കഴിവുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മൾ എന്താണ്, ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നിട്ടുള്ള ഒരു റോളും കറക്റ്റ് ആവൂല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റുഡന്റ് ആയി മാറുക, അല്ലെങ്കിൽ നല്ലൊരു ഉമ്മയായി മാറുക, നല്ലൊരു എംപ്ലോയി ആയി മാറുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഓരോ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഓരോന്ന് പഠിക്കുക എന്നുള്ളതിലപ്പുറം എങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് മാറാം, അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു ഞാനായിട്ട് മാറാം എന്ന് നോക്കുക. അപ്പൊ ആ ഒരു പദസൂര്യനിലുള്ള നടുവിലുള്ള നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ നിന്നിട്ടുള്ള ഈ ഒരു റോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഉമ്മ, ഓരോരോ റോൾ ഉണ്ടല്ലോ, അതായത് പാരന്റ്, അങ്ങനെ ഓരോ റോൾ ഉണ്ട്, സ്റ്റുഡന്റ്, ഇതൊന്നും ആയി മാറാൻ വേണ്ടി പ്രത്യേകം മോട്ടിവേഷൻസോ ട്രെയിനിങ്സോ ഒന്നും എടുക്കണ്ട. നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്നിട്ടുള്ള എല്ലാ റോളുകളും ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയി മാറും. അപ്പം ഇവിടെ ഹൗ ടു ബിക്കം യുവർ ബെസ്റ്റ് വേർഷൻ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമ്മൾ എങ്ങനെ ആയി മാറാനാണ് നമ്മൾ നോക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മളിലോട്ട് വരിക. അതായത് നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പല സമയത്ത് ലൈഫിൽ പല പ്രശ്നങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. ഇവര് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത്, അവര് കാരണമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ സൊസൈറ്റി മൊത്തം പ്രശ്നമാണ്, നാട്ടുകാർ മൊത്തം പ്രശ്നമാണ്. ഇങ്ങനെ ഓരോ ആളുകളുടെ തലയിൽ പ്രശ്നം അങ്ങനെ നമ്മളതേ കയറ്റി വെക്കും. അതുകൊണ്ട് ലൈഫിൽ യാതൊരു രീതിയിലുള്ള ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. ലൈഫ് ലോങ് ഇവര് കാരണം അവര് കാരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അതിന് പകരം എൻ്റെ ജീവിതം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം, അത് മാറ്റണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ റെഡി ആവണം. ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിലുള്ള ആളുകളും മാറും എന്നുള്ളത്.
അതായത് ജലാലുദ്ദീൻ റൂമി പ്രശസ്തമായിട്ടുള്ള സൂഫി വര്യനാണ്. ഇവരുടെ ഒരു കോട്ട് ഉണ്ട്. അതായത് ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നു, ഇത് ക്ലവർ ആയിരുന്നു. ക്ലവർ അതായത് ഞാൻ വിചാരിക്കുക എന്റെ ചുറ്റിലുള്ള എല്ലാവരും മാറട്ടെ, എന്നാൽ എന്ത് ചെയ്യും, ലോകവും മാറും, ഞാനും മാറും. അങ്ങനെ അവര് മാറട്ടെ ഇവര് മാറട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഞാനിരുന്നു. പക്ഷെ ഞാൻ ഒന്നും കൂടെ അതിബുദ്ധിമാനായിട്ടുള്ള വയസ്സായിട്ടുള്ള അവസ്ഥയിൽ എത്തിയപ്പം എനിക്ക് മനസ്സിലായി എന്ത്, അവരെ മാറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാ ആളുകളും ഞാൻ ശരിയാണ് അവര് തെറ്റാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കാം. അതിന് പകരം ഞാൻ മാറുമ്പോൾ എന്റെ ചുറ്റിലുള്ള ആൾക്കാർ മാറും. അപ്പൊ നമ്മളാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, മാറാൻ ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർ മാറട്ടെ ഇവര് മാറട്ടെ എന്ന് ഇരിക്കുന്നതിന് പകരം നമ്മളാണ് മാറാൻ ശ്രമിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, എനിക്കാണല്ലേ എന്റെ നല്ല ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറേണ്ടത്. അപ്പം എനിക്ക് നല്ല ബെസ്റ്റ് വേർഷൻ ആയി മാറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എന്താ അറിയണ്ടേ, അതായത് എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം ഇഷ്ടങ്ങളുണ്ട്, ഞാൻ എന്താണെന്ന് ഞാൻ ആയി മാറണ്ടേ. ഞാൻ എന്താന്ന് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെ നന്നാക്കാൻ പോവാണ്. കാരണം ഇപ്പൊ നമ്മളോട് ചില ആൾക്കാരോട് ചോദിച്ചാൽ മതി നിങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങളെ ഐഡിയ എന്താ പറഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അവർ പറയും എന്റെ ഉമ്മ പറഞ്ഞാണ് ഞാൻ നല്ല കുട്ടിയാ, അല്ലെങ്കിൽ എന്റെ ടീച്ചർ പറഞ്ഞാണ് ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയാ, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞാണ് എന്നെ ഒന്നിനും പറ്റൂല, അല്ലെങ്കിൽ ഞാൻ ഫുള്ള് പ്രശ്നക്കാരാ. അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാണ്, ഇവരെങ്ങനെ കുറിച്ച് പറഞ്ഞാണ്. മറ്റുള്ളവരുടെ കണ്ണിലൂടെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഫുൾ സമയം ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മൾ എന്നുള്ള വ്യക്തിന്റെ കൂടെയാണ്. പക്ഷെ നമുക്ക് അറിയില്ല ഞാൻ എന്താണെന്നുള്ളത്, അധികം ആരും തിരിച്ചറിയില്ല. നമ്മളിങ്ങനെ എന്താ രാവിലെ ആവുന്ന വൈകുന്നേരമാണ് ഫുഡ് കഴിക്കണം, ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാം. മറ്റുള്ളവർ അവര് പറയണം എന്നോട്, ഓക്കെ നിനക്ക് ഇത് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ, നീ റെഡി ആവില്ല. അപ്പൊ ഞാൻ അത് ഉള്ളിലോട്ട് എടുത്തിട്ട് ഞാൻ അത് വിശ്വസിക്കുകയാണ്, എനിക്ക് ഇതിനുള്ള കഴിവില്ല. ആരാ പറഞ്ഞത്? അവര് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറയാൻ നീ എവിടെയും എത്തിപ്പെടുന്നില്ല. ആരാ പറഞ്ഞിട്ടുള്ളത്? അവര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഞാനൊന്നും എല്ലാന്ന് ചിന്തിച്ചിട്ടിരിക്കുക. പക്ഷെ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് ശരിയായ വ്യക്തത ഉണ്ട്. അതായത് എനിക്ക് ഇത്ര കുറവുകളുണ്ട്, എനിക്ക് ഇങ്ങനെ എനിക്ക് സംസാരിക്കുമ്പം ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയൂല, അങ്ങനെ എനിക്ക് ചില പ്രശ്നമുണ്ട്. നിങ്ങളെ കുറവുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് പറയാണ്, നിനക്ക് ഈ ഒരു കുറവൊക്കെ ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കിയാൽ പോലും നമുക്കൊരു യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇതൊക്കെ എന്റെ കുറവാണ്. മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് മാറ്റും, മാറ്റാൻ പറ്റുന്നതല്ലെങ്കിൽ ഓക്കെ അതെനിക്ക് എന്റെ ദൈവം തന്നതാണ്, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന രീതിയിൽ നമുക്ക് അത് നമ്മളെ ബാധിക്കാതെ ഇരിക്കാൻ പറ്റും. അതായത് ജോസഫ് അന്നൻകുട്ടി ജോസിനെ നിങ്ങൾക്കൊക്കെ അറിയാവൂലെ. ജോസഫ് പറയുന്നുണ്ട് സംസാരത്തില്, എനിക്ക് എന്നിൽ തീരെ ഇഷ്ടമില്ലാത്തത് എന്റെ വോയിസ് ആയിരുന്നു, എന്റെ ശബ്ദമായിരുന്നു. ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോ ഒക്കെ എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. പല ആൾക്കാരും എന്നെ അത് പറഞ്ഞ് കളിയാക്കലുണ്ട്. അതായത് എന്താ പറയുക, സ്ത്രീകളുടെ ശബ്ദം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു പോയിന്റിൽ ജോസഫ് ഒരുപാട് ബുക്സ് വായിച്ച് ഒരുപാട് റൈറ്റിങ്സ് എഴുതി ജോസഫിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടായി. അതായത് ഞാൻ എന്താണ്, എന്റെ കഴിവ് എന്താണ്, എന്റെ കുറവ് എന്താണ്, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, എഴുതാനുള്ള കഴിവുണ്ട്, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ചില കഴിവുകൾ കണ്ടെത്തി. പക്ഷെ അതിൻ്റെ ഒപ്പം എന്റെ ശബ്ദത്തിന്റെ ഒരു രീതിയിൽ ചെറിയൊരു ഇതുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ ഇവിടെ ദൈവം തരിക, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ട് തരും. ജോസഫ് തന്നെ അംഗീകരിക്കുകയാണ് എന്റെ ശബ്ദത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനത് അംഗീകരിച്ചാൽ മറ്റാരും നമ്മളത് കളിയാക്കാനും വരൂല. ഇനി കളിയാക്കിയാൽ തന്നെ നമുക്കതൊരു പ്രശ്നമാവില്ല. ജോസഫ് ആ ഒരു ശബ്ദത്തിനെ ഒരു കാലം വരെ ഒരു പ്രശ്നമായിട്ട് ഒരു മറച്ചു വെച്ച് കൊണ്ട് നടന്നു. പക്ഷെ പിന്നെ ഒരു പോയിന്റിൽ എന്താണ് ഉണ്ടായത്, ജോസഫിലുള്ള കഴിവ് എന്താ, ആളുകളെ സംസാരിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പല ആളുകളും ആത്മഹത്യയുടെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ വരെ ജോസഫിന്റെ പല യൂട്യൂബിലുള്ള ടോക്കൊക്കെ കേട്ടിട്ട് അവര് പെട്ടെന്ന് അതിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നത്. അത്തരം ഒരു കഴിവ് ജോസഫിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കഴിവിലെ നോക്കി മുന്നോട്ട് പോയപ്പോൾ എല്ലാ ആളുകളും ഇന്ന് എന്താണ്, ജോസഫിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പം ഞാൻ എന്റെ കുറവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരാർക്കും അതൊരു പ്രശ്നമാവില്ല. ഞാൻ എന്റെ കുറവിനെ അംഗീകരിക്കാതെ ഞാൻ തന്നെ അത് മറച്ചു വെക്കുന്ന ഒരു സമയത്താണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് നല്ലൊരു ബെസ്റ്റ് വേർഷനെ നമ്മളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് നല്ലൊരു ബോധ്യം വേണം. എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്. ചില ആൾക്കാർക്ക് ജന്മനാ പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. ചില ആൾക്കാർക്ക് പഠിക്കാൻ കഴിവുണ്ടാവില്ല. പക്ഷെ എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് വെച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കാതെ അവർക്ക് മേ ബി സ്പോർട്സിലായിരിക്കും കഴിവ്. അപ്പം ആ ഒരു സ്പോർട്സ് മേഖലകളിൽ അതിനുള്ള ട്രെയിനിങ്സ് കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങളൊരു രക്ഷിതാവാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ അവർക്കായിട്ടുള്ള കഴിവുണ്ടാവും,
അവർക്കായിട്ട് ചില കുറവുകളും ഉണ്ടാവും. ആ ഒരു കുറവിനെ നോക്കിയിട്ട് നീ എങ്ങനെയെങ്കിലും ഇത് മാറ്റി, ഇത് പ്രശ്നമാണ് കേട്ടോ, നാട്ടുകാരെ അറിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ, ഈ ഒരു കുറവുണ്ടായാൽ എനിക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റൂല കേട്ടോ. പഠിക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ആ കുട്ടിക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, അത് സ്പോർട്സിലായിരിക്കും. അതിൽ നിങ്ങൾ ട്രെയിനിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി മേ ബി സ്റ്റേറ്റ് അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ, നമ്മൾ അറിയില്ല ഒളിമ്പിക്സ് ആ ഒരു ലെവലിൽ വരെ എത്തിപ്പെടാനുള്ള കഴിവുണ്ടാവും. പക്ഷെ ഈ കുറവിലോട്ട് നോക്കിയിട്ട് നിനക്ക് പഠിക്കാൻ പറ്റില്ല, നീ എവിടെ എത്തിപ്പെടൂല, അല്ലെ നീ PSC ട്രൈ ചെയ്ത് ഇങ്ങനെ പറഞ്ഞിരുന്നാല് ആ കുട്ടിക്ക് ഒന്നും ആയി മാറാൻ പറ്റില്ല. ആ കുട്ടി ലൈഫ് ലോങ് ഒന്നും ആയി മാറാതെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ ആ ഒരു കഴിവ്, എല്ലാവർക്കും കഴിവുകൾ കുറവുകൾ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു കഴിവ് ഏതാണോ അതിനെ കണ്ടെത്തിയിട്ട് അതിനെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാല് മറ്റുള്ള ആൾക്കാരെക്കാൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഉയരാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ചില ടിപ്സ് പറയാം നമുക്ക് എങ്ങനെ നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറാന്നുള്ളത്. അപ്പം അതിലൊന്നാണ് എന്തുള്ളത്, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ടു അതേഴ്സ്. നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമുക്കറിയാലേ നമ്മുടെ ഈ ഒരു സൊസൈറ്റി എന്നുള്ളത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് കോമ്പറ്റീറ്റീവ് എക്സാംസ് നടക്കുന്നു, ഇപ്പം നീറ്റ് അല്ലെങ്കിൽ ഈ PSC അല്ലെ പല പല ഏരിയകൾ. ഇതിലാണ് ഇപ്പം മത്സരങ്ങളുടെ ഒരു ലോകമാണ്. ജോലിയാണെന്നുണ്ടെങ്കിൽ ഈവൻ യൂട്യൂബ് ചാനലുകൾ നോക്കുകയാണെങ്കിലും ആരെക്കാൾ എനിക്ക് ലൈക്ക് കിട്ടണം, എനിക്ക് എങ്ങനെ ഫോളോവേഴ്സ് കൂടണം, എങ്ങനെ കമന്റ്, ഒരാളെക്കാൾ എങ്ങനെ വളരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ ഒരാൾ എത്ര നല്ല രീതിയിൽ ഇരിക്കണം എന്ന് വെച്ചിരുന്നാലും അവരറിയാതെ കമ്പയർ ചെയ്തിട്ട് പോകും. അതായത് ഇപ്പൊ ഒന്നുമില്ല, നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടിക്ക് എക്സാമിൽ എന്ത് ചെയ്യാണ് മാർക്ക്, അവരിപ്പം 100-ല് 98 അല്ലെ 90 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ കൊണ്ടുവന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കൽ എന്താ, മറ്റേ കുട്ടിക്ക് എത്ര ഉണ്ട്, അവനക്ക് 99 ഉണ്ടോ, പക്ഷെ എനിക്ക് എന്താണ് 99 കിട്ടാത്തത്, എനിക്ക് 95 അല്ലേ ഉള്ളൂ. അതായത് അറിയാത്ത നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അറിയാതെ ചോദിച്ചു പോകും. അത് മാത്രല്ല, നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു വീടുണ്ട്, നല്ല ഓട്ടോമാറ്റിക്കലി നമുക്ക് കുഴപ്പമില്ലാതെ നല്ലൊരു സേഫ് ആയിട്ടുള്ള വീടുണ്ട്, നമ്മൾ അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നമ്മുടെ അപ്പുറത്ത് അതിലേറെ നല്ലൊരു വീട്, നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഇപ്പത്തെ ന്യൂജൻ ഒരു സെറ്റപ്പിലുള്ള ഒരു വീട് ഉണ്ടാക്കുക. നമ്മളറിയാതെ നമ്മളുള്ള സന്തോഷം, അത്രയും കാലം ആ വീട്ടില് ജീവിച്ചതോ കാര്യങ്ങളോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നമ്മളറിയാതെ പെട്ടെന്ന് നമ്മൾ അവിടെ ഒരു കമ്പാരിസൺ നടക്കുക, എനിക്ക് അത്രക്കില്ലല്ലോ, ആ സൗകര്യം ഇല്ലല്ലോ. അതായത് നമ്മൾ അവിടെ കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതായത് എനിക്കൊരിക്കലും നിങ്ങളിലെ ഒരാളെ പോലും ആവാൻ പറ്റൂല, അതുപോലെ നിങ്ങൾക്ക് ഞാനും ആവാൻ പറ്റൂല. ഇവിടെയുള്ള എല്ലാവരും യുണീക്കാ. ഒരാളെ പോലെ ആവാൻ ശ്രമിക്കണ്ട. കാരണം നമ്മളെല്ലാവരും പെർഫെക്റ്റാ. ഇനി നമ്മൾ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ്, എന്തെങ്കിലും കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഒരാളും ഇല്ല. പക്ഷെ ആ ഒരു ഏത് പോയിന്റ് മുതലാണോ നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞിട്ട്, നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിലോട്ട് മാത്രം നോക്കുന്നത്, അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നല്ലൊരു രീതിയിലോട്ട് ആക്കി മാറ്റാൻ പറ്റും. അതല്ലാതെ ഞാൻ എൻ്റെ ഒരു കുറവുണ്ട്, അതായത് ഞാൻ കുറച്ച് ഹൈറ്റ് കുറവാ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് തടി കുറവാ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എൻ്റെ ജോബിനേക്കാൾ ഉയർന്ന ജോബ് എൻ്റെ അയൽവാസിക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനുണ്ട്, ഈ രീതിയിലോട്ട് എപ്പോഴും അത് നോക്കി കമ്പയർ ചെയ്യാണ്ടെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റൂല. എവിടെ എത്താൻ പറ്റൂല എന്ന് മാത്രമല്ല, എനിക്ക് എന്നിലെ നല്ലൊരു സെൽഫ് ഉണ്ട്, അതിനെ പുറത്തെടുക്കാനും പറ്റൂല. ഞാൻ ഓൾവേസ് എന്താ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എത്രയോ പഠിച്ച് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞാനൊരു എക്സാമിൽ പാസ്സായിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്താണ് സന്തോഷിക്കണം അല്ലെ. അതിന് പകരം എന്നെക്കാളും വേറെ എന്തോ ഒരു ജോബോ സാലറി ഉള്ള ആൾ അവിടെ ഉണ്ടാവും, അയാളെ നോക്കി കമ്പയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇത്രയും പഠിച്ചത് ഫുള്ള് വേസ്റ്റ് ആയില്ലേ, ഞാൻ ഇത്രയും നേടിയത് ഫുള്ള് വേസ്റ്റ് ആയില്ലേ. ശരിക്കും നമ്മൾ ഇതൊക്കെ നേടുന്നതും പഠിക്കുന്നതും എന്തിനാ, നമുക്കൊരു സന്തോഷം കിട്ടാനാ. പക്ഷെ അതിനപ്പുറം മറ്റുള്ളവരെ നോക്കി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നത്. ശരിക്കും ഈ ലോകത്തുള്ള ഒരാളും അല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതും. നമ്മൾ അറിയാലോ, അവരാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇവരാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. ശരിക്കും ആരുമല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, ശരിക്കും നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. എല്ലായ്പ്പോഴും കമ്പാരിസൺ, എല്ലാത്തിലും ഇവിടെ കമ്പാരിസൺ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് വേർഷന് ആവണമെന്നുണ്ടെങ്കിൽ ഒരാളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ സൃഷ്ടാവ് എന്നെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനെ എൻ്റെ ഖലീഫ അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധിയായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ നമ്മൾ പറയോ കടലുണ്ടാക്കിയത് ശരിയല്ല, കടലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതൊരു മിസ്റ്റേക്ക് നമ്മൾ പറയലില്ലല്ലോ. അല്ലെങ്കിൽ ഈ ആകാശത്തിന് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെല്ലാം ഉണ്ടാക്കുക നമ്മൾ പറയലില്ല. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സൃഷ്ടികളും അതിന്റെ പാകതയോടെ, അതിന്റെ പക്വതയോടെ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മളെയും അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്.
പിന്നെ നമ്മൾ എന്തിനാണ് അതിൽ പ്രശ്നമായിട്ടിരിക്കുന്നത്? നമ്മുടെ സൃഷ്ടാവിനെയാണ് പറയാ, മനുഷ്യനെ അതിന്റെ പൂർണ്ണതയോടെയാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കുറവുകളായിട്ട് കാണുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വീണ്ടും 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 താഴ്ത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉയരാനും പറ്റില്ല, നല്ലൊരു രീതിയിലോട്ട് എത്താനും പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ സന്തോഷത്തെയാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണത് തല്ലിക്കെടുത്തുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് വരാം. അതായത് ഡോണ്ട് വെറി അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ചിട്ട് എന്ത് പറയും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു പേടി ഉണ്ടല്ലോ, അത് മാറ്റിവെക്കുക. ആ ഒരു പേടി ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ എത്താൻ പറ്റൂല. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ലത് പറയണം, ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് നിൽക്കരുത്. അവിടെ നമ്മൾ എന്താണ് നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തുക. ഒരിക്കലും എല്ലാവരെയും ഹാപ്പി ആയിട്ട്, എൻ്റെ വീട്ടിലുള്ള, എൻ്റെ കുടുംബത്തിലുള്ള, എൻ്റെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ഹാപ്പി ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചാൽ ഒരിക്കലും ചെയ്യാൻ പറ്റൂല. കാരണം ഞാൻ എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാലും അതിൽ ഏതോ ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ അവരെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നെയല്ലേ നഷ്ടപ്പെടുന്നത്. നമ്മുടെ അധിക ഫാമിലിയിലും വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും, ജോബ് ചെയ്യണം ആഗ്രഹം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇഷ്ടമല്ല. ഇവരെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെന്ത് പറയും. ചില ആൾക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, അവർക്ക് അവരുടെ അപ്പം കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്താണ്, നമ്മൾ മറ്റുള്ളവർ എന്നെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കും എന്നുള്ള പേടി ഒഴിവാക്കുക. കാരണം എല്ലാരും ഹാപ്പി ആയിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. എല്ലാവർക്കും ഉള്ള പേടിയായിരിക്കും, അവരെന്നെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കും, ഇവരെന്നെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കും എന്നൊരു പേടിയോടായിരിക്കും എല്ലാവരും ജീവിക്കുക. ശരിക്കും എന്ന് പറഞ്ഞാല് എല്ലാ ആൾക്കാരും നമ്മളെ കുറിച്ചിട്ട് അധികം ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല. എനിക്കുള്ള പേടി എന്തായിരിക്കും, എന്നെ കുറിച്ചിട്ട് എന്തായിരിക്കും മറ്റുള്ളവർ വിചാരിക്കുക. അതേപോലെ അവർക്കുള്ള പേടി എന്തായിരിക്കും, അവരെ കുറിച്ചിട്ട് മറ്റുള്ളവർ എന്താ വിചാരിക്കുക. ഇങ്ങനെ എല്ലാവരും ഇത് ചിന്തിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പേടിച്ചിരുന്നാൽ നമ്മുടെ ടൈം എല്ലാം അവിടെ വേസ്റ്റ് ആവാം. പിന്നെ അതുപോലെ തന്നെ 1000 പേർക്ക് നിങ്ങളെ കുറിച്ചിട്ട് അറിയാം. ഈ 1000 പേരെ ഉള്ളിലും നിങ്ങളെ കുറിച്ചിട്ട് 1000 ചിന്തകളായിരിക്കും. ഇത് എല്ലാവരുടെ ഉള്ളിലും പോയിട്ട് മാറ്റാൻ നമുക്ക് പറ്റൂല. നമ്മൾ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്താൽ, ഇപ്പൊ നമുക്കറിയാലേ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ എന്താ സംഭവിക്കുന്നത്. ഒരാൾ നല്ല ഉദ്ദേശത്തിൽ ഒരു കാര്യം ചെയ്താലും അതിന് ആളുകൾ അവരുടെ ചിന്തകൾക്കും അവരുടെ മനസ്സിനനുസരിച്ചിട്ടാണ് അതിനെ അവർ കാണുക, അതിന് അവരുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക, ചെയ്യാതെ നിന്നാൽ അത് നമ്മളല്ലേ ബാധിക്കുക. നമുക്കല്ലേ അവിടെ നഷ്ടപ്പെടുക, അവർക്ക് ഒരു നഷ്ടങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള പേടിയോടെ നമ്മൾ നിൽക്കാതെ നിൽക്കുക. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബെസ്റ്റ് സെൽഫിനെ നമ്മുടെ നല്ല ഒരു രീതിക്ക് നമുക്ക് ആവാനോ ഉയരാനോ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് ഡ്രീംസ് അതിലോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റൂല. നമ്മൾ പറയല്ലോ, അതായത് ചില മോട്ടിവേഷൻസിലുണ്ട്, നിങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഡോഗ്സ്, ഒരുപാട് പട്ടികൾ കുരക്കും. അപ്പം എല്ലാ പട്ടികളെയും കല്ലെടുത്ത് എറിയാൻ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഇന്റൻഷൻ, നിങ്ങളുടെ നെയ്യത്ത് പറയില്ലേ, അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കേണ്ട. അവിടെ മറ്റുള്ളവരെ എനിക്ക് തകർക്കണം അല്ലെങ്കിൽ അവരോട് എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും പാടില്ല കേട്ടോ. നല്ല പ്യുവർ ആയിട്ടുള്ള നല്ലൊരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറിച്ചിട്ട് എന്ത് പറയും, അല്ലെങ്കിൽ അവർ ഞാൻ ചെയ്താൽ ഹാപ്പി ആവോ, ഇങ്ങനൊന്നും വിചാരിച്ചിട്ട് നിൽക്കരുത്. അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്താ, മറ്റുള്ളവർ എന്നെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കുന്നുള്ള പേടി മാറ്റാം. പകരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നെ കുറിച്ചിട്ട് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാ. എന്നെ കുറിച്ചിട്ട് എല്ലാവരും നല്ലത് പറയാം, പക്ഷെ ഞാൻ മാത്രം എന്നെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയാണ്, എനിക്കൊന്നിനും പറ്റൂല, ഞാൻ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ തോൽവിയാണെന്ന് ഞാൻ എന്നെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചുറ്റുമുള്ള 1000 10,000 പേര് എന്നെ കുറിച്ചിട്ട് നല്ലത് പറയാണ്, ഞാൻ അവരോട് പറയും, ഏയ് അങ്ങനൊന്നുമില്ല, നിങ്ങളൊക്കെ കള്ളം പറയാണ്, എനിക്കറിയാം ഞാൻ ഒന്നിനും കൊള്ളൂല, അങ്ങനെ പറയാം. പക്ഷെ നേരെ വച്ചിട്ട് എനിക്ക് എന്നെ കുറിച്ചിട്ട് നല്ലൊരു ബോധ്യമുണ്ട്, എന്റെ കഴിവുകൾ അറിയാം, അല്ലെങ്കിൽ എന്റെ കുറവുകൾ എനിക്ക് തന്നെ അറിയാം. എനിക്കറിയാം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ നിങ്ങളെ കുറവ് എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറെ ആർക്കും അവിടെ സ്ഥാനമില്ല. നിങ്ങളടുത്ത് ഒരാൾക്ക് വന്നിട്ട് പറയാം, നിനക്ക് ഇത്ര ഒന്നും അറിയില്ലല്ലേ, നീ ഇത്രക്കല്ലേ പഠിച്ചിട്ടുള്ളൂല്ലേ. അപ്പൊ നിങ്ങൾ എന്താ പറയണ്ടേ, ശരിയാ ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി അവസരം കിട്ടിയാൽ ഞാൻ പഠിക്കും. അത് നമുക്ക് പറയാൻ പറ്റണം. പക്ഷെ നമ്മൾ തന്നെ അതൊരു കുറവായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് നടക്കുകയാണ്. അതിലപ്പുറം നമ്മളെ ശരിക്കും നമുക്ക് മറ്റുള്ളവരെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണ മാറ്റണം. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്,
എന്നെ കുറിച്ചിട്ട് മറ്റുള്ള എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല ഉദ്ദേശത്തിലാ. ഞാൻ അതായത് ഇനി എന്റെ മനസ്സിൽ എന്നെ കുറിച്ചിട്ട് നല്ല ചിന്ത, ഞാൻ അടിപൊളിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത്ര കഴിവുകളുണ്ട്, ഞാൻ അതൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകും, ഇന്നല്ലെങ്കിൽ നാളെ ആളുകൾക്ക് അതൊക്കെ മനസ്സിലാവും എന്നുള്ള രീതിയിൽ എന്നെ കുറിച്ചിട്ട് നല്ല ചിന്തയാണെന്നുണ്ടെങ്കിൽ എന്റെ ചുറ്റിലുള്ള എല്ലാവരും എന്നോട് ഈ ഈ എന്താണ്, ഈ മോശമാണ്, ഈ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എന്നെ കുറ്റം പറഞ്ഞാൽ അത് എന്നെ ബാധിക്കാനേ പോകുന്നില്ല. കാരണം എന്താ, എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ചിന്ത നല്ലതാ. അപ്പം മറ്റുള്ളവരല്ല നമ്മൾ മാറ്റാൻ പോകേണ്ടത്, നമ്മൾ എന്താണ്, നമ്മളെയാണ് മാറ്റാൻ പോകേണ്ടത്. നമ്മളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ, മറ്റുള്ളവരല്ല മാറ്റാൻ പോകേണ്ടത്. അടുത്ത പോയിന്റ് എന്താണ്, അലോ യുവർ സെൽഫ് ടു ഡു മിസ്റ്റേക്ക്. അതായത് നമുക്ക് തെറ്റൊന്നും പറ്റണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ കരയിൽ കയറി നിൽക്കൂലേ. ഇപ്പൊ നമ്മളറിയില്ലേ, നമുക്കൊരു മീൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെള്ളത്തിൽ നനയണം, അല്ലാതെ മീൻ പിടിക്കാൻ പറ്റൂല. അതുപോലെ തന്നെയാണ്, നമുക്ക് തെറ്റുകൾ പറ്റും വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ നിൽക്കാണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. തെറ്റുകൾ പറ്റും, അതായത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ഇവിടെ നോബഡി ഈസ് പെർഫെക്റ്റ്. ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഇവിടെ ഇല്ല. തെറ്റുകൾ എല്ലാവർക്കും പറ്റും. പക്ഷെ എനിക്ക് തെറ്റൊന്നും പറ്റരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുക, പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇരിക്കുന്ന അതേ പൊസിഷനിൽ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് നമ്മളിലെ ബെസ്റ്റ്, നമ്മളിലെ ഏറ്റവും നല്ല ഒരാളെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂല. നമ്മൾ ആഗ്രഹിച്ച രീതിയിലോട്ട് എത്താൻ പറ്റൂല. പല ബിസിനസ്മാൻമാരുണ്ട്, അവര് ചിലപ്പം ഇന്ന് കാണുന്ന MA യൂസുഫ് അലി പോലും 45 വർഷങ്ങൾ കൊണ്ടാണ് ആ രീതിയിൽ MA യൂസുഫ് അലി ആയിട്ട് മാറിയിട്ടുള്ളത്. ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോയാണ് അങ്ങനെ എത്തിയിട്ടുള്ളത്. അന്ന് ആ ഒരു ധൈര്യം, ഒരു ബിസിനസ് ചെറിയ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ധൈര്യം എടുത്തത് കൊണ്ടും, തെറ്റുകൾ പറ്റിക്കോട്ടെ എന്നാലും ഇതിൽ നിന്നിട്ട് പാഠം പഠിച്ച് മുന്നോട്ട് പോവാന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇന്ന് ഈ രീതിയിൽ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അന്നേ എനിക്ക് പേടിയാണ്, എനിക്ക് മിസ്റ്റേക്ക് ഒന്നും പറ്റാൻ പാടില്ല, മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾ അതേ രീതിയിൽ ഉണ്ടാവും. ഇന്ന് നമ്മൾ കാണുന്ന MA യൂസുഫ് അലി ആവൂല ഒരിക്കലും. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുക, എന്ത് തെറ്റുകൾ പറ്റാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. കാരണം തെറ്റുകൾ പറ്റാൻ പ്രശ്നമില്ല. ഒന്നുകിൽ നമ്മൾ ഒരു കാര്യം പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കി, ഒന്നുകിൽ നമ്മൾ അതിൽ നിന്നിട്ട് വിജയിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നിട്ട് പഠിക്കും. അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ അതിൽ നിന്ന് പുതിയൊരു പാഠം നമ്മൾ പഠിക്കും. അപ്പൊ അടുത്ത പോയിന്റ് അതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ തെറ്റുകൾ പറ്റാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അല്ലാഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, മീൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം, കൈ നനയാം, അല്ലാതെ കരക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള രീതിയിലോട്ട് എത്തിക്കാൻ പറ്റൂല. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് ദയുള്ളവരായിട്ടിരിക്കുക. നമ്മളറിയില്ല, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതായത് നമ്മളെ സൃഷ്ടാവ് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. അപ്പം അതന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ ചില ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അത് ശരിയാണ്. അതിലപ്പുറം നമ്മളെന്ന് പറഞ്ഞൊരു സൃഷ്ടിയാണ്, നമ്മളോട് നമ്മൾ കരുണ കാണിക്കണം. നമ്മൾ പല സമയത്തും നമ്മൾ ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പല സമയത്തും നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയിരിക്കുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, നാട്ടുകാരുടെ അടുത്ത്, കുടുംബക്കാരുടെ അടുത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുക? നമ്മൾ പല സമയത്തും നമ്മൾ അവരോട് നമ്മളെ കുറ്റം അങ്ങനെ പറയും. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതൊന്നും പറ്റൂല, അല്ലെ ഞാൻ ലേറ്റ് ആയിട്ടാ ഉറങ്ങുക. നമ്മളങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ ഇങ്ങനെ താഴ്ത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്നുള്ള സെൽഫ് വേറെ ഒരാളായി മാറാണെന്നുണ്ടെങ്കിൽ അതിനെത്ര വേദന ഉണ്ടാവും. ഇവളിതെന്താ എല്ലാരും മുന്നിലും പോയിട്ട് എന്നെ എങ്ങനെ വീണ്ടും വീണ്ടും താഴ്ത്തി പറയണത് എന്നുള്ളത്. നിങ്ങൾ നിങ്ങളോട് ദയുള്ളവരായിരിക്കുക. ചില സമയത്ത് നമുക്ക് തന്നെ എന്ത് ചെയ്യും, നമുക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ്, നിങ്ങൾ ഒരു വീട്ടിൽ അധികം സ്ത്രീകളിലും ഉണ്ടാണത്, അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്നാലും മറ്റുള്ളവരെ ഹാപ്പി ആക്കണം, അവരെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മളെ ശ്രദ്ധിക്കൂല, നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കൂല. ഇങ്ങോട്ട് ക്ഷീണിച്ചിട്ട് എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വേണ്ട ശരിക്കുള്ള റെസ്റ്റ് കൊടുക്കൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളോടുള്ള കരുണ കാണിക്കണം. അതായത് നിങ്ങൾക്ക് ചില സമയത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ഡോക്ടറെ കാണിക്കണം. നിങ്ങൾ നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കൊണ്ടെടുക്കണം. നമ്മളോട് ഇതൊന്നും ചെയ്യാതെ നമ്മളൊരു ശത്രുവിനെ പോലെ നമുക്ക് ചിലപ്പോൾ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും. എനിക്കൊന്ന് യാത്ര പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അതൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് മക്കൾക്ക് ഇതാണ് ഇഷ്ടം, അല്ലെ ഭർത്താവിന് ഇതാണ് ഇഷ്ടം,
ഇഷ്ടം, ഇതൊക്കെ ഇവരെ ഇഷ്ടങ്ങളൊക്കെ നടത്തി കൊടുക്കും. പക്ഷെ ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഒരു ഇഷ്ടമില്ലേ, അത് നമ്മൾ നടത്തി കൊടുക്കൂല, നമ്മളത് എപ്പോഴും മാറ്റി വെക്കും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളാണ് ഇവിടെ നമ്മളോട് പല സമയത്ത് ക്രൂരത കാണിക്കുന്നത്. അപ്പൊ നമ്മളോട് ദയ കാണിക്കണം. അതേപോലെ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുക മാക്സിമം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് തെറ്റ് പറ്റി, പല ആൾക്കാർക്കും എപ്പോഴും സങ്കടവും ടെൻഷനും ഉണ്ടാകുന്ന കാര്യമാണ്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് തെറ്റായി പോയിട്ടോ, ഞാൻ അന്ന് അവരോട് അങ്ങനെ പറയേണ്ടില്ലായിരുന്നു. അങ്ങനെ കുറ്റബോധം നമ്മളെ ഉള്ളിലുണ്ടാവും. ഈ വീണ്ടും വീണ്ടും ഈ കുറ്റബോധം ഇങ്ങനെ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെയാണ് മുറിവ് ഉണ്ടാക്കുന്നത്. അത് അന്ന് നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അന്ന് ഒരു വട്ടമായിരിക്കും അത് നടന്നിട്ടുണ്ടാവും. പക്ഷെ വീണ്ടും 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 അത് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അത് വീണ്ടും വീണ്ടും അത് ഉണ്ടാവുകയാണ്, അത് വീണ്ടും വീണ്ടും നടക്കുകയാണ്. അപ്പം അന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു മുറിവിനെ നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് വീണ്ടും വീണ്ടും അത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് തെറ്റ് പറ്റുമോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തോ, കുഴപ്പമില്ല. നമ്മുടെ സൃഷ്ടാവ് എന്താ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പൊറുക്കല്ലേ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരും. പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നം? നമുക്ക് നമ്മളോട് ആദ്യം എന്ത് ചെയ്യാൻ പറ്റണം, പൊറുക്കാനും നമ്മളെ ശരിക്കും നോക്കാനും നമ്മളെ കുറ്റപ്പെടുത്താതെ നമ്മളെ ഇഷ്ടങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റണം. അപ്പം ബി കൈൻഡ് ടു യുവർ സെൽഫ്. മറ്റുള്ളവരോട് ദയ കാണിക്കുക, അവരെ സ്നേഹിക്കുക, അതൊക്കെ വേണം. അതിലപ്പുറം നമ്മളോട് സ്നേഹിക്കണം, നമ്മളെ കരുണ കാണിക്കണം. നമ്മൾ പറയും എനിക്ക് അവരുടെ അടുത്ത് നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ഇഷ്ടങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ മനസ്സ് പറയാണ് എനിക്കിപ്പോ ഇങ്ങനെ ഒരു ഭക്ഷണമാണ്, നിങ്ങൾ അത് ഉണ്ടാക്കുമോ? നിങ്ങൾ എന്താ ചെയ്യുക അവിടെ? എന്റേതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനടിച്ചമർത്തിയിട്ട് മറ്റുള്ളവർ നോക്കും. അതും വേണം, നമ്മളതും വേണം. നമ്മളെ പരിഗണിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കുള്ളൂ. ഞാൻ എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ എന്നെ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തൊന്നും എനിക്ക് അതന്നെ കിട്ടുള്ളൂ. ഞാൻ എന്താണോ എനിക്ക് കൊടുക്കുന്നത്, ഇതാണ് എന്ത് ചെയ്യുക എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുക. അപ്പൊ വീണ്ടും പറയാണ്, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങളൊരു മനുഷ്യനായിട്ട് കാണാം, അതിനോടൊന്ന് ദയുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് ഉറങ്ങാൻ തോന്നുന്ന, നമുക്ക് ക്ഷീണം തോന്നുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുക, നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുക, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് യുവർ ഗോൾസ്. നമ്മൾ പറയല്ലോ, ചില ആൾക്കാർ പറയും എനിക്ക് ജീവിതം മടുത്ത്, എനിക്കൊരു മുന്നോട്ടേക്കൊന്നും കാണാൻ പറ്റില്ല, ഞാൻ അങ്ങനെ വെറുതെ ജീവിച്ചു പോവാണ്. നമുക്ക് എപ്പോഴാണ് ജീവിതത്തിൽ മടുപ്പ് വരിക? നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തീർക്കാനോ, നമുക്ക് പ്രത്യേക ആഗ്രഹങ്ങളില്ല, എനിക്ക് എവിടെ എത്തിപ്പെടണമെന്നില്ല, എന്തെങ്കിലും ചെയ്തു തീർക്കണില്ല, ഒന്നുമില്ല. നമ്മൾ സ്കൂളിലായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്ക് എന്തുണ്ടാവും, 6 മാസം കഴിഞ്ഞാല് ഓണം എക്സാം വരും, അത് കഴിഞ്ഞു കഴിഞ്ഞാല് ക്രിസ്മസ് പൂട്ട് വരും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് അല്ലെ, ഇത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാവും, ഇത് കഴിഞ്ഞാൽ ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളറിയല്ലോ, മാർച്ച് ഏപ്രിൽ ആ ഒരു സമയം കഴിഞ്ഞാൽ വെക്കേഷൻ ഉണ്ട്, നമ്മൾ എന്തോ ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. മനുഷ്യന് എപ്പോഴും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ വേണം. എന്തോ ഒരു പ്രതീക്ഷ ഇല്ലാതെ വെറുതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടുക്കും. അതായത് നമുക്ക് വേണ്ട ഫുഡ് ഉണ്ടാവും, വീടുണ്ടാവും, നമുക്ക് വേണ്ട കുടുംബക്കാരുണ്ടാവും, മക്കളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ മുന്നോട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടും വേണം എന്നുള്ള ഒരു ചിന്ത ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ജീവിതം എപ്പോഴും നഷ്ടങ്ങളും അല്ലെങ്കിൽ മടുപ്പുമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളിപ്പോ പഠനമൊക്കെ നിർത്തി വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ കോഴ്സസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആ. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ കുറഞ്ഞ സമയം, ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചൂടെ? ഇനി അതൊന്നും ഇല്ലാണ്ടെങ്കിൽ പഠിക്കേണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചില ബുക്സുകൾ വായിക്കുക, നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ സമയം കൊടുക്കും, മക്കൾക്ക് ഇത്ര, ഭർത്താവിന് ഇത്ര, എല്ലാവർക്കും കൊടുക്കും. പക്ഷെ നമുക്ക് സമയം കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഒരു ഗോള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യുക. അടുത്ത 6 മാസത്തിനുള്ളിൽ ഞാൻ ഇത് പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇന്ന യാത്ര ചെയ്യും, അല്ലെ ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചു തീർക്കും, അല്ലെ ഞാൻ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് പറ്റൂലേ? എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യുക, നമുക്കൊരു ഉറപ്പ് കൊടുക്കുക. ഞാൻ ഇത് ചെയ്തു തീർക്കും. അങ്ങനെ ആ ഒരു ഉറപ്പ് നമുക്ക് കൊടുത്തിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നല്ലൊരു സന്തോഷം കിട്ടും. കാരണം എന്താ, ഞാൻ അത് ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നെ അടുത്തത്. അതേപോലെയാണ് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയല്ലോ, 10 കഴിഞ്ഞാൽ പിന്നെ അവർക്ക് +2 കഴിയണമെന്നായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി കഴിയണമെന്നായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ PG, അങ്ങനെ അങ്ങനെ ഇവരിങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും അടുത്തതെന്നുള്ള രീതിയിൽ മനസ്സിങ്ങനെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പം പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ജീവിതം മടുക്കുക. അപ്പൊ അതിന് പകരം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെങ്കിലും വെക്കുക. അതായത് ഇനിയിപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഉമ്മമാരാണെന്നുണ്ടെങ്കിൽ മക്കളെ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇത്ര മാർക്ക് കിട്ടി അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഇങ്ങനെ ചെറിയ കാര്യമാണ് എന്തെങ്കിലും കുഴപ്പമില്ല, അതെങ്കിലും ഒരു പ്രതീക്ഷയായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുക. എന്നാൽ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് ശരിക്കും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും. ഇനി അതേപോലെ അടുത്ത പോയിന്റ് ആണ് എന്തെന്നുള്ളത്,
കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പഠനം ഒരിക്കലും നിർത്തി വെക്കരുത്. അപ്പൊ അത് പഠനം എന്ന് വെച്ചാല് ഞാൻ പറയല്ലോ, ബുക്ക് വെച്ചിട്ടോ അല്ലെ യൂണിവേഴ്സിറ്റിയിലോ സ്കൂളിലോ പോയിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കണ മാത്രമല്ല പഠനം. ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു പഠനം. നമ്മൾ ഓരോ സമയത്തും ജീവിതത്തിൽ നിന്നിട്ട് ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ ലൈഫിൽ, ഓരോ സങ്കടങ്ങള്, പ്രശ്നങ്ങള്, ദുരിതങ്ങള്. എന്നും സന്തോഷത്തിലായിരിക്കൂല ആരതും. പക്ഷെ അതൊക്കെ ഉണ്ടായാലും എനിക്കെന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഒരു പ്രശ്നം, ഇത് വിധിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാതെ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ അതിനെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് ആ ഒരു പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കുക എന്ന് പറയാം. ഒരു പരീക്ഷണം വരുമ്പോ ആ ഒരു തുടങ്ങുന്ന സമയം തന്നെ ഞാനത് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എന്നോട് എന്തിനാ ദൈവം ഇങ്ങനെ ചെയ്തത്, ദൈവം എത്ര ക്രൂരനാണ്, ഇങ്ങനെ പറഞ്ഞിരുന്നാൽ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കില്ല. അതിൽ നിന്നിട്ട് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഏതൊരു പരീക്ഷണം തരികയാണെങ്കിൽ അതിലൊരു അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിരിക്കും. അതെന്താന്ന് നമുക്ക് കണ്ടെത്താനും പറ്റൂല. പകരം നമുക്കൊരു പ്രശ്നം വന്ന് അപ്പം അതിനെങ്ങനെ ഒരു കുട്ടി ഒരു പഠിക്കണ കുട്ടി എങ്ങനെ ആ ഒരു പ്രശ്നത്തെ നോക്കിക്കാണും, ആ രീതിയിൽ നോക്കിക്കാണാം. ഇതിൽ നിന്നിട്ട് എനിക്കെന്താ പഠിക്കാനുള്ളത്, പുതിയ പാഠം എന്താണ്. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക്, നമ്മുടെ നാട്ടിലൊക്കെ പല കാര്യങ്ങളും നടക്കും. ഇപ്പൊ നമ്മൾ അവരങ്ങനെ ചെയ്തില്ല, ഇവരിങ്ങനെ ചെയ്തില്ല പറഞ്ഞാൽ അവരൊക്കെ കുറ്റം പറയും. പക്ഷെ അതിനൊക്കെ അപ്പുറം ലേൺ കണ്ടിന്യൂസ്ലി, അതിൽ നിന്നിട്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതെങ്കിലും നമുക്ക് പറ്റുമല്ലോ, പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രം നമ്മുടെ മനസ്സ് വിശാലമായിട്ട് ഇരിക്കുള്ളൂ. യാത്ര ചെയ്യുന്ന ആൾക്കാരെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളം പോലെ. അതെന്തുകൊണ്ടാ? ഇവര് യാത്രയിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ നാട്ടിലെത്തുമ്പം അവിടുത്തെ ആൾക്കാരെ ക്യാരക്ടർ എങ്ങനെ, അവിടെ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഇല്ല ചില അവർക്ക് ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ ഉണ്ടാവും, ചില സമയത്ത് നല്ല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം യാത്രയിലും നമ്മൾ നല്ലത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളം. ഒഴുകുന്ന വെള്ളത്തിൽ ഒരു പ്രശ്നം കെട്ടിക്കിടക്കൂല അല്ലെ. എത്ര പ്രശ്നങ്ങളും സങ്കടങ്ങൾ ഉണ്ടായാലും ആ ഒരു പ്രശ്നം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷെ ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കും. അതല്ലാതെ നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ, അതില് പ്രശ്നം വരും, വീണ്ടും വീണ്ടും പ്രശ്നം കേട്ട വെള്ളത്തിൽ കെട്ടിക്കിടന്നിട്ട് അതെന്ത് ചീഞ്ഞ് അല്ലെങ്കിൽ അത് പുറത്തേക്ക് സ്മെല്ലായിട്ട് ഒന്നിനും പറ്റാത്ത ദുർഗന്ധമുള്ള വെള്ളമായിട്ട് മാറും. ഇതേപോലെ തന്നെയാണ് മനസ്സിനെ എന്നും ഒരേ രീതിയിൽ വിട്ടു നടന്നാല് നമുക്ക് പുതുതായിട്ട് ഒന്നും പഠിക്കാനോ ഒന്നും പറ്റൂല. അതിന് പകരം ജീവിതത്തിൽ നിന്ന് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മക്കളെ പുസ്തകം അതിൽ നിന്നിട്ട് പഠിക്കുക. നമ്മൾ എന്തെങ്കിലും, നമുക്ക് എത്ര ഏജ് അല്ലെങ്കിൽ ഞാൻ എത്ര വരെ പഠിച്ചു, ഇതൊന്നുമല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ അറിയല്ലോ, കോവിഡിന്റെ സമയത്ത് പല ആളുകളും കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് പുതിയ ഡെക്കർ ചെയ്തിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, നമ്മൾ പറയില്ലേ പഴയ വേസ്റ്റ് കുപ്പികളിലൊക്കെ ചിത്രം വരച്ച് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്നുമില്ലെങ്കിൽ പോലും. പിന്നെ അതുപോലെ നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രയോറിറ്റൈസ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. അതായത് മാനസിക ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യത്തിനും. മാനസിക ആരോഗ്യത്തിൽ നമുക്കറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് മക്കൾക്ക് ഇഷ്ടപ്പെട്ട കൊടുക്കും, അവരുടെ ആരോഗ്യത്തിന് കൊടുക്കും, ഭർത്താവിനുള്ള കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ഞാൻ എനിക്കുള്ളത് ചിലപ്പം കൊടുക്കുന്നുണ്ടാവില്ല. എനിക്ക് ചില വൈറ്റമിൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് ചെയ്യാം. എനിക്ക് ചിലപ്പം നടക്കാൻ പോകണമായിരിക്കും, അതിന് വേണ്ടത് ചെയ്യാം. അങ്ങനെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക, നമ്മൾക്കൊരു പരിഗണന കൊടുക്കുക. ഇപ്പൊ നമ്മൾ എന്നുള്ള ഒരാൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അതിന് ഫീൽ ചെയ്യുക എന്താ, ഇവളെ എന്നെ നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ, എന്റെ ശരീരത്തിന് വേണ്ടതും എന്റെ മനസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവളെ എനിക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം അതിനോട് പറയുകയാണെങ്കിൽ അത് എന്റെ കൂടെ തന്നെ നിൽക്കും. ഇതിപ്പോ ഞാനും എന്റെ സെൽഫും, ഞാനും എന്റെ ഉള്ളിലുള്ള ഒരാളുണ്ട്, ഈ ഒരാളും തമ്മിൽ എന്താണ്, ഇതുവരെ കണ്ട ഒരു പരിചയം പോലും ഇല്ലാതെ ഫുള്ള് പ്രശ്നം. ഞാൻ എവിടെയും പോകുമ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റം പറയും, ഞാൻ എന്റെ തന്നെ നെഗറ്റീവ്സ് വീണ്ടും വീണ്ടും പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതൊരു രസമായിട്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ എന്നെ കെയർ ചെയ്യൂല, എന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൂല, എനിക്ക് വേണ്ട ഫുഡ് കഴിക്കൂല. ഞാൻ എന്നെ ഒരു മാറ്റി നിർത്തുകയാണ്. ഇങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് എന്നിലെ നല്ലൊരു ഞാനാവാൻ പറ്റൂല. ആദ്യം ഞാൻ എന്നെ ഇഷ്ടപ്പെടണം. എനിക്ക് എത്ര നെഗറ്റീവ്സ് ഉണ്ടായിക്കോട്ടെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത്, ഓക്കെ എനിക്ക് കുറവുകൾ ഉണ്ടായിക്കോട്ടെ എന്നതൊക്കെ മനസ്സിലാക്കി ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുക, എനിക്ക് വേണ്ട കെയർ കൊടുക്കുക, പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിക്കുക. എപ്പോഴും ഒരു സ്വപ്നങ്ങൾ ഉണ്ടാവേണ്ടത് നല്ലതാ. സ്വപ്നങ്ങൾ മരിച്ചു കഴിഞ്ഞാലും മനുഷ്യരും മരിക്കും. അതിന് ശരിക്കും മരിക്കണം എന്നില്ല, നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ മരിക്കും എന്നുള്ളതാ. അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത പോയിന്റ് ആണ് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. നമ്മൾ പല സമയത്തും മറ്റുള്ള ആൾക്കാരെ പോയിട്ട് അഭിനന്ദിക്കൂലേ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയ്തത് അടിപൊളിയായിട്ടോ, നിനക്കൊക്കെ എന്ത് കഴിവാണുള്ളത്, എന്ത് രസമായിട്ടോ ഈ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ പറയും ഇതിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിട്ട് അവരെങ്ങനെ പോയി പോയി അടിപൊളിയാക്കി മോട്ടിവേറ്റ് ചെയ്യും നമ്മള്. പക്ഷെ നമ്മളെ കാര്യത്തിലേക്ക് വരുമ്പോഴോ, നമ്മൾ എത്ര നല്ലത് ചെയ്താലും
ബാക്കിയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താൽ നമ്മൾ എന്താ പറയാ, ഞാൻ ചെയ്തു കൊടുത്ത എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ, എനിക്ക് ഇന്ന കുറവ്, നമ്മൾ വീണ്ടും വീണ്ടും അവിടെയും നമ്മളെ നെഗറ്റീവ് ആക്കാനാണ് നോക്കുക. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാരൊക്കെ രാവിലെ ആണെന്നെങ്കിൽ അവർ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അതൊന്നുമില്ല. വീണ്ടും എനിക്ക് എന്താ പ്രശ്നം, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് എന്താ പ്രശ്നം, ജീവിതം വീണ്ടും ദുരിതാവോ പ്രശ്നമാവോ എന്നതിലോട്ടാണ് ചിന്ത പോകുന്നത്. അതിന് പകരം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ, ഇതൊക്കെ ചെയ്യാത്ത ആൾക്കാരില്ലേ, ഇതിനുള്ളൊരു മനസ്സ് നിങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അഭിനന്ദിക്കാം. ഇപ്പൊ ഇതിനു മുന്നേ ലാസ്റ്റ് ഒരു സെഷൻ ഉണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ, അത് SLC+2 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻ ആയിരുന്നു. അപ്പം അവരോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ഫുൾ A+ കിട്ടിയപ്പം കുറെ ആൾക്കാരുണ്ട് അല്ലെ, അപ്പൊ ഫുൾ A+ കിട്ടിയപ്പോൾ നാട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി, അനുമോദന അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ കിട്ടി, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി, കുടുംബം എല്ലാരും നിങ്ങളെ അഭിനന്ദിച്ച്. പക്ഷെ നിങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ടോ? കാരണം ഈ പറഞ്ഞ ആൾക്കാരൊന്നും വന്നിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളത്. രാത്രി മുഴുവൻ ഉറക്കം ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇത് നേടിയത്. അപ്പം നിങ്ങളെ അഭിനന്ദിച്ചിട്ടുണ്ടോ? ആരും പറഞ്ഞില്ല. കാരണം നമുക്ക് ആരും ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം നമ്മളെപ്പോഴും ആരെങ്കിലും, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്തിയാലും ഞാൻ അവിടെ എന്താണ് തേടിക്കൊണ്ടിരിക്കുന്നത്, ആരെങ്കിലും ഒന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നല്ല വാക്ക് പറയണം, ഈ ഇത് ചെയ്തത് അടിപൊളിയായി, അല്ലെങ്കിൽ ഇത്രയൊക്കെ നേടിയില്ലേ, ഈ നല്ല പഠിക്കൂലേ, ഇത് ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെടുത്ത് വന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷാവുള്ളൂ. ഞാൻ അത്രയൊക്കെ നേടിയാലും അതൊന്നും എന്റെ സന്തോഷത്തിൽ ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ അഭിനന്ദിച്ച അപ്പം ഹാപ്പിനെസ് കിട്ടും. അപ്പൊ ആരെങ്കിലും ഒരാൾ വന്ന് അഭിനന്ദിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾ നേടിയതൊക്കെ വെറുതാവൂലേ? അങ്ങനെയല്ല വേണ്ടത്. നമ്മളെ നേട്ടങ്ങൾ നമ്മൾ അഭിനന്ദിക്കാം. നമ്മളോട് തന്നെ പറയാം, നിന്നെ കാണാൻ ഭയങ്കര അടിപൊളിയായിട്ട് കേട്ടോ, ഇന്ന് ഡ്രസ്സൊക്കെ ഇട്ടപ്പോ നല്ല രസമുണ്ടല്ലോ. അങ്ങനെ നമ്മളെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നല്ല സെൽഫിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് എന്താ പറയാ അവസാനിക്കൂല എന്നുള്ളതാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ള ആളുകൾ നന്നാവട്ടെ, അവരെന്നെ കുറിച്ച് നല്ലതും പറയട്ടെ എന്നതൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ എന്താ മറ്റുള്ളവരിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ അഭിനന്ദിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ മറ്റുള്ളവരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് തരും. അല്ലാത്ത കാലത്തോളം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുക. അപ്പൊ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാ. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ഇടി മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത് പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളുണ്ട്. ഇപ്പൊ റോസാപ്പൂ, ചെമ്പരത്തി, മല്ലിക, പല ജമന്തി, ഒരുപാട് പൂക്കളുണ്ട്. ഈ ഒരു റോസാപ്പൂവിന്റെ പോലെ അല്ലല്ലോ മല്ലിക ഉണ്ടാവുക. അതിന് വേറെ കളറാ, അതിന് വേറെ സ്മെല്ലാ. ഇതിനുള്ള അതേ സ്മെല്ല് അതിനില്ല, അതിനുള്ള കളർ ഇതിനും ഇല്ല. എല്ലാതും ഡിഫറെന്റാ. ഈ ഭൂമിയിലുള്ള ഒരു പൂവും ഒരു മരങ്ങളും ഒന്നിനെ പോലെ ആയിട്ടില്ല. എല്ലാതും ഡിഫറെന്റാ. അപ്പൊ ഈ ഒരു മരവലി റോസാപ്പൂ ചിന്തിക്കുക, എനിക്ക് എന്റെ ശരീരത്തിൽ ഫുള്ള് മുള്ളുകളുണ്ട്, എനിക്ക് മറ്റേ ചെമ്പരത്തിന്റെ ചെടീന്റെ പോലെ എനിക്ക് മുള്ളൊന്നും ഇല്ലാതിരിക്കണം എന്ന് ചിന്തിച്ചാ എന്താ, അത് തന്നെയാണ് അതിന്റെ വാല്യൂ നഷ്ടപ്പെടുന്നത്. പക്ഷെ പുറത്തുള്ള ആൾക്കാരൊക്കെ ആ റോസാപ്പൂ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് ചെമ്പരത്തിനേക്കാൾ ഇതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അപ്പം ചില സമയത്ത് പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ നല്ല രീതിയിൽ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മളെന്താണ്, എനിക്ക് അവരെ പോലാണം ഇവരെ പോലാണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ വില കളയുന്നത്. അപ്പം ഒരിക്കലും ഒരു പൂവ് ഒരു പൂവിന്റെ പോലെ ആവൂല, ഒരു മരം ഒരു മരത്തിന്റെ പോലെ ആവൂല. എല്ലാരും വേറെ വേറെ. എല്ലാരും കൂടെ ഒരേപോലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്ത് രസമുള്ളത്. എല്ലാരും വേറെ വേറെ ആയിട്ട് നിൽക്കണം അല്ലെ. ഒരു പൂന്തോട്ടത്തിൽ പല പൂവുകൾ ഉണ്ടാവുമ്പോൾ അത് രസം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മനുഷ്യര് എല്ലാവരിലും പല പല കഴിവുകളും, എല്ലാവരും പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഭാഷയിലും, നമ്മുടെ കാണാനും നമ്മളുടെ നിറം എങ്ങനെ ആയിക്കോട്ടെ, അത് എല്ലാവരും ഈ പൂക്കളെ കാര്യം നിങ്ങളെടുത്ത് നോക്കൂ. അതേപോലെ എല്ലാവരും പല രീതിയിലായി മാറിയാൽ മാത്രമേ അതിന്റെ രസം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആവാൻ നോക്കണ്ട. നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ പോലെ ഏറ്റവും അടിപൊളിയായത് നിങ്ങൾ മാത്രമാണ്. നമ്മളാണ് നമ്മുടെ വില മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ്. ഒരു പൂവ് ആ പൂവായി ഇരിക്കുമ്പോ മാത്രമാണ് അതിന്റെ രസം. അതേപോലെ നിങ്ങളായിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങളെ ബ്യൂട്ടി എന്നുള്ളത്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുറവുകളും കഴിവുകളും നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പൂവിനെ പോലെ നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെ.
അപ്പൊ ഈ പ്രകൃതിയിലുള്ള ഒരു സംഭവം ഒന്നിനെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണില്ല. അവരവരായിട്ടിരിക്കുക. ഈ ഒരു ആകാശം, ഭൂമി, മഴ, കാറ്റ്, ചൂട്, തണുപ്പ്, ഇവരൊക്കെ വേറെ വേറെ. ഇവരാരും മറ്റുള്ളവരെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണില്ല. ഇവരെന്താ ചെയ്യണത്? ഇവരെന്താണോ അതായിട്ടിരിക്കും. അതാണ് നമ്മുടെ രസം, അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ നിന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സെൽഫിനെ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ടോപ്പിക്ക് ശരിക്കും ഒരുപാട് പറയാണ്ട്. ഏകദേശം നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ നമുക്കുള്ള ഫീഡ്ബാക്കിന്റെ ടൈമാ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ക്ലിയർ ആക്കാനുണ്ടോ, കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യട്ടോ. അപ്പം ആരാണുള്ളത്? ആർക്ക് സംസാരിക്കേണ്ടത്? ഇടി വെട്ടുന്നുണ്ട്. ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാന്? ഷഹല കേൾക്കണ്ടോ? ഓഡിബിളാണോ? ഫൈമ പറഞ്ഞോളൂ. നല്ലൊരു സ്പീച്ച് ആയിരുന്നു. എന്താ പറയാ, അനിർഗളമായിട്ട് ഒഴുകുന്ന പോലെ നല്ല നിർത്താതെ കുറെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് പോലും ചെറിയൊരു സെക്കൻഡായി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പോലും നിർത്താതെയാണ് ഷഹല പറഞ്ഞത്. എന്തായാലും കുറെ നല്ല പോയിന്റ്സ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ വ്യക്തിയായിരുന്നു നമ്മള്. അപ്പോൾ അത് അതേ ഒരു പാറ്റേണിൽ പോകുമ്പോൾ നമ്മുടെ എല്ലാത്തും ഡൗൺ ആയി എല്ലാ ഫീൽഡിൽ നിന്നും നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് നമ്മൾ ഇതൊക്കെ നമ്മളെ തന്നെ സ്വയം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മൈൻഡൊക്കെ ഒന്നുകൂടി റീപ്രോഗ്രാം ചെയ്ത് വന്നപ്പോൾ നമ്മൾ തന്നെ പ്രയോറിറ്റി കൊടുക്കുമ്പോഴും അതുപോലെ ബെറ്റർ വേർഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും നന്നായിട്ട് നമ്മുടെ ലൈഫിനെ മാറി വന്നു. അപ്പോൾ എന്തായാലും കുറെ ശൈല പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. വളരെ നല്ല സ്പീച്ച് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫൈമ മാം. അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ ഫീഡ്ബാക്ക് പറയേ. നിങ്ങൾക്ക് ഡൗട്ടോ എന്തുണ്ടെങ്കിലും പറയാട്ടോ. ഇവിടെ ഒരാളെ കുറിച്ചിട്ട് ഒന്ന് ജഡ്ജ് ചെയ്യൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി. ഓക്കെ, ആർക്കും ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ. സനില മാം പറഞ്ഞോളൂ. നല്ല നല്ല ക്ലാസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ കാര്യങ്ങൾ കിട്ടി. പിന്നെ ഇതുവരെയുള്ള ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. നല്ല കുറെ പോയിന്റ്സ് കുറെ കിട്ടി. നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യാ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ആരെങ്കിലും ഉണ്ടോ പറയാന്? എനിവൺ? വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാം. കാരണം നമുക്ക് ഇവിടെ നല്ല ഇടി മഴയൊക്കെ ഉണ്ട്. അപ്പൊ അറിയാലോ, കുറച്ച് ഡേഞ്ചർ ആണ് ഈ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ഒരുപാട് നന്ദി. കാരണം ഞാന് ഇവിടെ ഒരു സെഷൻ വെച്ചിട്ട് കാര്യമില്ലല്ലേ. നിങ്ങൾ എല്ലാവരും ഇത്ര ഒരു സമയം ഇവിടെ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ കാര്യം. ആൻഡ് റിയലി ഞാൻ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഇവിടെ ഇത്രയും നേരം ഇരുന്നതിനും കേട്ടതിനും എല്ലാത്തിനും. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആസ് എ മൈൻഡ് കോച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ.
പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.